Morning, students. Welcome to today's class. Today, we are discussing about data encryption standard or DES. DES എന്ന് പറഞ്ഞ ഒരു type of encryption algorithm ആണ്. Okay, ഇത് most നമ്മൾ യൂസ് ചെയ്യുന്ന widely യൂസ് ചെയ്യുന്നതും കൂടുതൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ് DES. സോ ഈ DESന്റെ അൽഗോരിതത്തിന് DES അതായത് ഡാറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം എന്ന് ഞാൻ പറയാം DEA. ഓക്കെ, DES എന്നുള്ള എൻക്രിപ്ഷൻ ടെക്നിക്കിന്റെ അൽഗോരിതത്തിന് ഡാറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം തന്നെയാണ് പറയുന്നത്. In DES, data encrypted in 64-bit block using a 56-bit key. Okay, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. And algorithm transforms 64-bit into a series of steps into 64-bit output. Same steps while the same key are used to reverse the encryption. Okay. ഇനി എൻക്രിപ്ഷൻ DESന്റെ ഒരു ഷോർട്ടായിട്ട് പറയാം. DESൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു 64-bit സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ 56-bit കീ ആണ്. 56-bit കീ യൂസ് ചെയ്തിട്ടാണ് 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ 56-bit കീ. 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്, ഇവിടെ ബ്ലോക്ക് എൻക്രിപ്ഷൻ ആണ്, കാരണം ബ്ലോക്ക് എടുത്തിട്ടാണ് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ 64-bit ബ്ലോക്കിനെ ഒരു 56-bit കീ കൊണ്ടാണ് ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് റിസൾട്ടിംഗ് ദ സൈഫർ ടെക്സ്റ്റ് വിൽ ബി ഇൻ 64-bit. ഇതിൽ 16 റൗണ്ട്സ് ഉണ്ട്. നമ്മൾ ഫീസ്റ്റർ സൈഫർ എന്ന് പറഞ്ഞല്ലോ, ഫീസ്റ്റർ സൈഫറിന്റെ ഒരു മെത്തേഡിലാണ് ഈ ഒരു DES എൻക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഒരു ഫീസ്റ്റർ സൈഫർ പറഞ്ഞ പോലെ 16 റൗണ്ട്സ് ഉണ്ട്. ഈ 16 റൗണ്ട്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 64-bit എൻക്രിപ്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഇസ് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് വിത്ത് സെയിം കീ ആണ് നമ്മളിവിടെ റിവേഴ്സ് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിക്രിപ്ഷനിൽ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സെയിം സ്റ്റെപ്പും പിന്നെ കീനെ റിവേഴ്സ് ചെയ്തിട്ടുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി DES എൻക്രിപ്ഷനിൽ എന്തൊക്കെയാണെന്ന് പറയാം. ദർ ആർ 2 ഇൻപുട്ട് ടു ദ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ, ദ പ്ലെയിൻ ടെക്സ്റ്റ് എൻക്രിപ്റ്റഡ് ആൻഡ് കീ. 2 ഇൻപുട്ട് ഉള്ളത്. ഒന്ന് പ്ലെയിൻ ടെക്സ്റ്റും, അതായത് നമുക്ക് എന്താണോ എൻക്രിപ്റ്റ് ചെയ്തേണ്ടത് ആ പ്ലെയിൻ ടെക്സ്റ്റും അതിന്റെ കീയും. പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് ഓഫ് 64-bit ആൻഡ് കീ ഓഫ് 56-bit. ഓക്കെ, ദ പ്ലെയിൻ ടെക്സ്റ്റ് മസ്റ്റ് ബി ഓക്കെ 56-bit. The general structure of DES encryption ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ്, the process of the plain text process 3 phases. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ പ്രോസസ് ചെയ്യുന്നതിന് 3 സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 phases ഉണ്ട്. ഫസ്റ്റ് ഫേസ് പറഞ്ഞാൽ the 64-bit plain text passes through an initial permutation that rearrange the bit to produces the permuted input. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യും. എന്നിട്ട് പെർമ്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടിയിട്ട് അതിനാണ് എന്ത് ചെയ്യുന്നത്, 2 ലെഫ്റ്റ് ഹാഫ് ആയിട്ട് റൈറ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. Then second step, this is followed by a phase consist of 16 rounds of the same function which involves both permutation substitution. Okay, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ പാസ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു പെർമ്യൂട്ടഡ് ഇൻപുട്ട് ഉണ്ട്. പെർമ്യൂട്ടഡ് ആകുമ്പോൾ പൊസിഷൻസ് മാറ്റി ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 16 റൗണ്ട്സ് ഉള്ള ഒരു ഫംഗ്ഷനിലൂടെ അതിൽ പെർമ്യൂട്ടേഷൻസും സബ്സ്റ്റിറ്റ്യൂഷൻസും എല്ലാ റൗണ്ടിലും ഉണ്ടാവും. ഈ പെർമ്യൂട്ടേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റൗണ്ട്സ് എല്ലാം 16 റൗണ്ട്സിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ 16 റൗണ്ടിലൂടെ പാസ് ചെയ്ത ഔട്ട്പുട്ടിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ് ഓഫ് ദ ഔട്ട്പുട്ട് സ്വാപ്പ് ടു പ്രൊഡ്യൂസ് ദ പ്രീ ഔട്ട്പുട്ട്. എന്നിട്ട് ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും തമ്മിൽ സ്വാപ്പ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു പ്രീ ഔട്ട്പുട്ട് കിട്ടും. ഫൈനലി ദ പ്രീ ഔട്ട്പുട്ട് ഈസ് പാസ് ത്രൂ എ പെർമ്യൂട്ടേഷൻ, ദാറ്റ് ഇസ് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ, ദാറ്റ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഇനീഷ്യൽ permutation function to produce the 64-bit ciphertext. Okay, എന്നിട്ട് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ചെയ്യും. സോ ടോട്ടലി ഇവിടെ നമുക്ക് ഒരു 19 സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറയാം. 19 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുക, അതായത് നോർമലി 64-bit അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ 16 റൗണ്ട്, ഓക്കെ 16 ഓരോ റൗണ്ട് നമുക്ക് 16 റൗണ്ട് എൻക്രിപ്ഷൻ ചെയ്യാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ. ഈ 16 റൗണ്ട് എൻക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാഫിനും ലെഫ്റ്റ് ഹാഫിനും നമ്മൾ സ്വാപ്പ് ചെയ്യാണ്. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ സ്വാപ്പ് ചെയ്ത ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് ഒരു ഫൈനൽ പെർമ്യൂട്ടേഷനിലോട്ട് പാസ് ചെയ്തിട്ട് നമുക്ക് 64-bit ഔട്ട്പുട്ട് കിട്ടും. സോ മൊത്തം നമുക്ക് 19 സ്റ്റെപ്സ് ഉണ്ട്, 16 റൗണ്ട്, ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, ദെൻ 16 റൗണ്ട്, അപ്പൊ 17 ആയി, പിന്നെ സ്വാപ്പ് അപ്പൊ 18 ആയി, ദെൻ 19th സ്റ്റെപ്പ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാണ്, ഒരു ഫൈനൽ പെർമ്യൂട്ടേഷൻ ചെയ്യാൻ. ഞാൻ ഇതിൽ വരുന്ന സ്റ്റെപ്സ്. With the exception of the initial and final permutation, DS has the exact structure of a Feaster cipher. ഇവിടെ ഫൈനൽ പെർമ്യൂട്ടേഷൻ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ DS പറയുമ്പോൾ ഫീസ്റ്റർ സൈഫറിനെ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി കീന്റെ കാര്യം. ഓക്കെ, ഇനീഷ്യലി
the key is passed through a permutation function, then each of the 16 rounds, a sub-key is produced by the combination of left circular shift and the permutation. Okay, key നമ്മൾ ഓരോ റൗണ്ടിലും ഡിഫറെന്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ കീ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ 56 ബിറ്റ് കീ ആയിരിക്കും. സോ ആദ്യം അത് 64 ബിറ്റ് കീ തന്നെയാണ്, എന്നിട്ട് അതിന് 56 ബിറ്റ് കീ ആക്കും, എന്നിട്ട് അതിൽ ജസ്റ്റ് പെർമ്യൂട്ടേഷൻസ് 2 പ്രാവശ്യം പെർമ്യൂട്ടേഷൻസ് 1 to 2 പെർമ്യൂട്ടേഷൻ ചെയ്തതിനു ശേഷം 48 ബിറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 56 ബിറ്റ് കീ ലെഫ്റ്റിൽ റൈറ്റിലായിട്ട് 48 ആയിട്ട് യൂസ് ചെയ്യും. ഈ ബിറ്റ് കീ നമ്മൾ ഓരോ റൗണ്ടിലും ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഓരോ റൗണ്ടിലും ഓരോ സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് കൊടുത്തിട്ടാണ് ഓരോ റൗണ്ടിലും ഈ കീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് DS-ലെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. ഡിഫറെന്റ് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ബ്ലോക്ക് ആയിട്ട് ഇവിടെ DS എൻക്രിപ്ഷൻ ചെയ്യുന്നത് ബ്ലോക്ക് വൈസ് ആണ്. ഓരോ ബ്ലോക്ക് എടുത്തിട്ടാണ് ഇവിടെ എൻക്രിപ്ഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ സംഭവിക്കുന്നത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ബ്ലോക്കിലും സംഭവിക്കുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 64 ബിറ്റ്, അതായത് 128 ബിറ്റോ എത്ര ബിറ്റുള്ള ഡാറ്റയെ നമുക്ക് എൻക്രിപ്ഷൻ ചെയ്യാം. അപ്പൊ എത്ര ബിറ്റ് ആണെങ്കിലും അതിലത്തെ ഫസ്റ്റ് 64 ബിറ്റ്സ് എടുക്കുക. ആ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തിട്ട് അതാണ് ഫസ്റ്റ് ബ്ലോക്ക്. സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ നെക്സ്റ്റ് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. സോ പ്ലെയിൻ ടെക്സ്റ്റിലെ ഫസ്റ്റ് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുക, എന്നിട്ട് DS എന്നുള്ള എൻക്രിപ്ഷൻ പ്രോസസ് ചെയ്യുക ബൈ യൂസിങ് എ 56 ബിറ്റ് കീ. 56 ബിറ്റ് കീ യൂസ് ചെയ്തിട്ട് DS എൻക്രിപ്ഷൻ ചെയ്താൽ വി ഗെറ്റ് 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഓരോ ബ്ലോക്കിനും ചെയ്തിട്ട് ബ്ലോക്ക് എൻഡ് വരെ ഈ ഒരു പ്രോസസ് ചെയ്യുക. 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് 56 ബിറ്റ് കീയും എൻക്രിപ്ഷൻ ചെയ്തിട്ട് നമുക്ക് 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് എടുക്കും. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ ഓരോ സ്റ്റെപ്സ് ആണ്, ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, സോ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ this is the simple step. Simple step പറയുമ്പോൾ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും. ഈ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ചെയ്യേണ്ട ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യണം. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യാറുമ്പോൾ ഈ പ്ലെയിൻ ടെക്സ്റ്റിൽ 1 to 64 എന്നുള്ള ലെറ്റേഴ്സ് നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ആ പ്ലെയിൻ ടെക്സ്റ്റ് പൊസിഷൻസ് 1 to 64 ആയിരിക്കും. അതിനെ റീഅറേഞ്ച് ചെയ്യുക, ട്രാൻസ്പോസിഷൻ ചെയ്യുക, അതാണ് പെർമ്യൂട്ടേഷൻ. സോ ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ ചെയ്ത ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനെ ലെഫ്റ്റ് ഹാഫ് ആയിട്ടും റൈറ്റ് ഹാഫ് ആയിട്ടും ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് ലെഫ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടും റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ലെഫ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിലാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, 16 റൗണ്ട്സും റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ 16 റൗണ്ട്സും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റ് ഹാഫിനെയും റൈറ്റ് സ്വാപ്പ് നമ്മൾ ഓരോന്ന് സ്വാപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഓരോ റൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്. ഈ ലെഫ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കീ കൊടുക്കും, അതുപോലെ തന്നെ റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞ ഈ 56 ബിറ്റ് കീ എടുക്കും. എന്നിട്ട് റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് എന്നിട്ട് 16 റൗണ്ട്സ് ആണ് ഇവിടെ നടക്കുന്നത്. 16 റൗണ്ട്സിൽ ഒരു റൗണ്ടിൽ എങ്ങനെ നടക്കുന്നത്, ലെഫ്റ്റ് നമ്മൾ ഫീസ്റ്റർ സൈഫറിനെ പോലെ തന്നെ റൈറ്റിലുള്ളത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോകും. ലെഫ്റ്റിലുള്ളത് എന്താ ചെയ്യുന്നത്, എക്സോർ ചെയ്യാണ് വിത്ത് ദ ഫംഗ്ഷൻ കീയും ഈ ഒരു റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റും കൂടിയും എക്സോർ ചെയ്തിട്ട് ഇതിന്റെ കൂടെ ലെഫ്റ്റും കൂടി എക്സോർ ചെയ്തിട്ടാണ് നമുക്ക് റൈറ്റിലുള്ള പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടുന്നത്. അങ്ങനെ റൈറ്റും ലെഫ്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലസ് പെർമ്യൂട്ടേഷൻസ് ചെയ്തിട്ട് അങ്ങനെ 16 റൗണ്ട്സ് കഴിഞ്ഞ ശേഷം ഫൈനൽ പെർമ്യൂട്ടേഷൻ ചെയ്യും. ഈ ഫൈനൽ ഇത് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഫൈനൽ പെർമ്യൂട്ടേഷൻ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു DESന്റെ സ്റ്റെപ്സ് പറയാം. ഓക്കെ, ഇതാണ് DS-ന്റെ സ്റ്റെപ്സ്. നമുക്ക് മെയിൻ ആയിട്ട് DS സ്റ്റെപ്സ് പറയണമെങ്കിൽ 6 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ 64 ബിറ്റ് നമ്മൾ ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ കൊടുക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുമ്പോൾ ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ ഈ ബ്ലോക്കിൽ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് IP പെർഫോം ചെയ്തിട്ട് അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ആവും. തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ ലെഫ്റ്റിലോട്ട് റൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഫോർത്ത് സ്റ്റെപ്പാണ് നമ്മൾ ലെഫ്റ്റ് ഉള്ളതും റൈറ്റ് ഉള്ളതും 16 റൗണ്ട് എൻക്രിപ്ഷൻ പ്രോസസ്സിലൂടെ പോകും. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ലൈറ്റ് ഉള്ളതും റൈറ്റ് ഉള്ളതും അതിന്റെ ഫൈനൽ പെർമ്യൂട്ടേഷൻ 16 പ്രോസസ് അതിനെ സ്വാപ്പ് ചെയ്തിട്ട് ഫൈനൽ പെർമ്യൂട്ടേഷൻ
പെർമ്യൂട്ടേഷനിലോട്ട് പോകും. then the last step ആണ് നമുക്ക് 64-bit സൈഫർ ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ 6 സ്റ്റെപ്പ്. സോ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ റൗണ്ട് 16 റൗണ്ട്സിലോട്ട് കയറാണ്. ഈ 16 റൗണ്ട്സിലോട്ട് കയറുമ്പോൾ റൗണ്ട് 1 ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞ് 32-bit ആക്കി ഓരോ റൗണ്ടും ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓരോ റൗണ്ടും എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയാം. സോ ഫസ്റ്റ് റൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു കീ ആണ് എടുക്കുന്നത്, K1 എന്നുള്ള കീ. സെക്കൻഡ് റൗണ്ടിൽ K2 എന്നുള്ള കീ. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് വി ഹാവ് K6, K16. സോ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞു, അതിനെ സ്വാപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ അതിന്റെ ചേഞ്ചസ്, അതിന്റെ പൊസിഷൻസ് ഒക്കെ മാറ്റി, എന്നിട്ട് അതിനെന്ത് ചെയ്യാണ്, റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും ചെയ്തിട്ട് ഉള്ളതിന് നമ്മൾ റൗണ്ട് 1 കൊടുത്തു. സോ ഈ റൗണ്ട് 1 വരുന്ന കീ ആദ്യം 64-bit കീ ആയിരുന്നു. അതിനെ പെർമ്യൂട്ടഡ് ചോയ്സ് 1 യൂസ് ചെയ്തിട്ട് ആ 64-bit കീന്ന് ഓരോ 8th-bit കീയും റിമൂവ് ചെയ്യും. സോ 8 കീ 64-bitന് 8 കീ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു 56-bit കീന്ന് കിട്ടും. ഈ 56-bit കീനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും, ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 56-bit കീ ഒന്നുകൂടി കിട്ടും. ഇതിനെ വീണ്ടും പെർമ്യൂട്ടഡ് ചോയ്സ് 2 ഒന്നുകൂടി ചെയ്യും. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 8-bit കൂടി ഇതിൽ നിന്ന് കളയും. ഓക്കെ, ഫസ്റ്റ് ഒരു 8-bit കളഞ്ഞു, എന്നിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും ഒരു 8-bit കൂടി കളഞ്ഞിട്ട് വി ഗെറ്റ് 48-bit കിട്ടും. ഈ 48-bit ഉള്ളതിനെ നമുക്ക് 28-bit ആയിട്ടാണ് ഇവിടെ പ്രോസസ് ചെയ്യുന്നത്. ഈ 48-bit അതുപോലെ തന്നെ നമ്മുടെ ഈ 64-bit ഡാറ്റയും കൂടി തമ്മിൽ പെർമ്യൂട്ടേഷനും സബ്സ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞാൽ അത് ഫസ്റ്റ് റൗണ്ട്. ഇതേപോലെ ഈ സെയിം കീ, പെർമ്യൂട്ടഡ് കീ 56-bit കീനെ വീണ്ടും ഈ സർക്കുലർ ഷിഫ്റ്റ് ചെയ്ത ഈ ഒരു സംഭവത്തിനെ ഒന്നും കൂടി സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കീയും തമ്മിൽ ഡിഫറെന്റ് ആയിട്ട് വീണ്ടും 48-bit ആയിട്ട് റെഡ്യൂസ് ചെയ്യും, എന്നിട്ടാണ് ഇതിലോട്ട് കൊടുക്കുന്നത്. സോ 64-bit ഡാറ്റയും 48-bit കീയും കൂടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ റൗണ്ടിലും പ്രോസസ് ചെയ്യുന്നത്. അതായത് 56-bit കീനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അങ്ങനെ 16 റൗണ്ട്സും തീരും. ഈ 16 റൗണ്ട്സ് തീർന്നിട്ട് നമ്മൾ ഈ 16th റൗണ്ടിനെ നമ്മൾ 32-bit തമ്മിൽ സ്വാപ്പ് ചെയ്യും. രണ്ടിലും 32-bit പ്രോസസ് ചെയ്യുന്നത്. ഇത് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് 64-bit കിട്ടും. എന്നിട്ട് അതിനെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫൈനൽ പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട് നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പെർമ്യൂട്ടേഷന്റെ കാര്യമാണ്. ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഇറ്റ്സ് റിവേഴ്സ് ഇസ് ഡിഫൈൻഡ് ഇൻ ടേബിൾ 3.2 A and B. ഇനീഷ്യൽ പെർമ്യൂട്ടേഷനും റിവേഴ്സ് പെർമ്യൂട്ടേഷനും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, the input table 64-bit numbered 1 to 24. Okay, അതായത് നോർമലി നമ്മളെ ടേബിളിൽ ഇനീഷ്യൽ പെർമ്യൂട്ടേഷന്റെ മുന്നേ വരുന്ന 64-bit ആണ് 1 to 64 എൻട്രീസ് ഉണ്ടാവും. സോ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞാൽ ഈ 1 to 64 എൻട്രീസിനെ ആദ്യം പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ ട്രാൻസ്പോസിഷൻ ചെയ്യാം, പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. 1 to 64 എന്നുള്ള ഇതിനെ നമ്മൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 1 to 8 വാല്യൂസ് ഉണ്ടാവും. ഇതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തു, ഇവിടെ അതുപോലെ തന്നെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തു, ഇവിടെ അതെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തു. ഇവിടെ എത്രയുണ്ടാവും, 8, 9 to 16, ഇവിടെ ആകുമ്പോൾ 17 to അത് അങ്ങനെ 8 അവരുടെ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തു. അതായത് ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ അതാണ്. 1 മുതൽ ഇവിടെ ആവും 1ന്റെ ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, അത് മുതൽ ഇവിടെ ലാസ്റ്റ് പൊസിഷൻ 64 ആവും. 1 to 64 ഉള്ള ഡാറ്റേനെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്തതിന്റെ ഔട്ട്പുട്ട് ആണിത്. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ദ ഫസ്റ്റ് പൊസിഷൻ ടേക്സ് 58th bit ആണ് ഫസ്റ്റ് പൊസിഷൻ എടുത്തത്. ദെൻ ദ ഫസ്റ്റ് പൊസിഷൻ ഒക്കുപ്പൈസ്, ഈ ഇതിലത്തെ ഫസ്റ്റ് പൊസിഷൻ എത്ര 14th പൊസിഷൻ ആണ് ഒക്കുപ്പൈ ചെയ്തത്. അതുപോലെ തന്നെ 58th പൊസിഷൻ എത്രാമത്തെ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്തത്, ഫസ്റ്റ് പൊസിഷൻ ആണ് ഒക്കുപ്പൈ ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പൊസിഷന് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞപ്പോൾ 14th, അത് 1 2 3 4 5 ഓക്കെ 14th പൊസിഷൻ എടുത്തു. ആൻഡ് ആൾസോ 58th പൊസിഷൻ ഉള്ളത് എന്തായി, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എടുത്തു. അങ്ങനെ എല്ലാത്തിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഇതാണ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഇനി ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ വരുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. അതായത് ഇവിടെ 1 എടുക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ആൻഡ് ആൾസോ 40 ടേക്ക് ദ ഫസ്റ്റ് പൊസിഷൻ, 14th പൊസിഷൻ ആണ് ഫസ്റ്റ് പൊസിഷൻ എടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് ടു ഷോ ഹൗ ദ പെർമ്യൂട്ടേഷൻ ടേബിൾസ് ആർ യൂസ്ഡ്. ഓക്കെ, സിസ്റ്റം പറഞ്ഞു x is equal to
initial permutation of m, അതുപോലെ final inverse permutation is equal to inverse permutation inverse permutation of m. Inverse permutation of m ന്റെ പൊസിഷനിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ മെസ്സേജ് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ നോർമൽ മെസ്സേജ്. 1 2 3 4 8 9 10 അങ്ങനെ 64 വരെയാണ് നമ്മുടെ മെസ്സേജ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റിലെ മെസ്സേജ് വന്ന് കിടക്കുന്നത് ക്വസ്റ്റ്യൻസ്. ഇതിന് ആഫ്റ്റർ പെർമ്യൂട്ടേഷൻ, അതായത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എന്താ വരിക 58, സെക്കൻഡ് പൊസിഷനിൽ 50, ആ ഒരു ഫോമാറ്റിലാവും. ലാസ്റ്റ് പൊസിഷൻ 7 എടുക്കുന്നത് ആ ഒരു ഫോമാറ്റിൽ. ഫസ്റ്റ് പൊസിഷൻ 58, സെക്കൻഡ് പൊസിഷൻ 50, ലാസ്റ്റ് പൊസിഷൻ 7. അപ്പൊ ഇതിനെങ്ങനെ ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പൊസിഷനിൽ പോലെ തന്നെ ചേഞ്ച് ചെയ്തു. ഇതാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി ഒരു സിംഗിൾ റൗണ്ട് ഡീറ്റെയിൽ പറഞ്ഞത്. സിംഗിൾ റൗണ്ട്, ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് സിംഗിൾ റൗണ്ട്. അപ്പോൾ നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സിംഗിൾ റൗണ്ട് ക്യാൻ ബി ഷോൺ. The left and right half of each 65 intermediate value are treated as separate 32-bit quantities labeled left and right. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ നമ്മൾ ഫീസ്റ്റർ സൈഫറിന് പറഞ്ഞ പോലെ ഈ ലെഫ്റ്റ് ടേക്ക് ദ വാല്യൂസ് ഓഫ് പ്രീവിയസ് റൈറ്റ്. ഓക്കെ, ഈ ലെഫ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് അല്ല എന്നുള്ള ലെഫ്റ്റ് ഏത് വാല്യൂ എടുക്കുന്നത്? പ്രീവിയസിന്റെ റൈറ്റ് വിത്തൗട്ട് എനി ചേഞ്ച്. ആ പ്രീവിയസിന്റെ റൈറ്റ് ഹാഫ്, അത് ഓരോ റൗണ്ടിൽ എന്താ നടക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. സിംഗിൾ റൗണ്ടിൽ എന്താ നടക്കുന്നത് പറയാം, അത് തന്നെയാണ് എല്ലാ റൗണ്ടിലും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഒരു ലെഫ്റ്റ് പൊസിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റ് പൊസിഷൻ ഉണ്ടാവും. ലെഫ്റ്റ് പൊസിഷൻ ആൻഡ് റൈറ്റ് പൊസിഷൻ. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് പൊസിഷൻ ഉണ്ടാവും, റൈറ്റ് പൊസിഷൻ ഉണ്ടാവും. ഈ ലെഫ്റ്റ് പൊസിഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ പ്രീവിയസിന്റെ റൈറ്റ് പൊസിഷൻ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ. സോ LI ഈസ് ഈക്വൽ ടു RIന്റെ പ്രീവിയസ്, RI -1 ആണ് LI. അപ്പൊ ലെഫ്റ്റില് ജസ്റ്റ് റൈറ്റ് വന്ന് നിൽക്കുകയാണ്. ഇനി റൈറ്റിൽ എന്താ വരുന്നത്? ലെഫ്റ്റ് പ്രീവിയസിന്റെ ലെഫ്റ്റ്, LI -1 XOR ഫംഗ്ഷൻ ഓഫ് പ്രീവിയസിന്റെ റൈറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് കീയും K എന്നുള്ള കീയും കൂടി XOR ചെയ്തിട്ട് ആ ഫംഗ്ഷനെ വീണ്ടും LI കൊണ്ട് XOR ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് സിംഗിൾ റൗണ്ടിൽ നടക്കുന്നത്. അങ്ങനെയാണ് റൈറ്റ് വരുന്നത്. അതാണ് ഒരു റൗണ്ട്. അങ്ങനെ ഡിഫറെന്റ് റൗണ്ട്സ് ആണ് ഇവിടെ. അങ്ങനെ 16 റൗണ്ട്സ് ഉണ്ടാവും. ദ റൗണ്ട് കീ K ഇസ് ദ 48-bit K ആണ്. നമ്മൾ റൗണ്ട് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 48-bit K ആണ്. ഓക്കെ, ദ R ഇൻപുട്ട് ഈസ് 32-bit. ഓക്കെ, നമ്മൾ റൈറ്റ് ആകുമ്പോൾ 32-bit. നമ്മൾ അറിഞ്ഞു റൈറ്റ് ആയിട്ടും ലെഫ്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 32-bit ആണ് നമ്മുടെ റൈറ്റ് വരുന്നത്. അപ്പോൾ ഈ റൈറ്റ് വരുന്നത് 32-bit, അതായത് നമ്മുടെ 64-bitന്റെ പകുതിയെ വരുന്നുള്ളൂ. കീ വരുന്നത് 48-bit. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ വരുന്ന 58-bit കീനെ നമ്മൾ 48-bit കീ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഓരോ റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ റൗണ്ടിൽ നടക്കുന്നത് ഇവിടെ റൈറ്റ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും. ഈ ലെഫ്റ്റ് വരുന്നത് പ്രീവിയസ് റൈറ്റ് എന്നാണ്. ഇനി റൈറ്റ് ആണ് നമുക്ക് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ട്. റൈറ്റ് വരുന്നത് ഈ കീയും 48-bit കീയും ഈ 32-bitലാണ് റൈറ്റ് ഉണ്ടാവുന്നത്. 32-bit കീയും കൂടി പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക്, എന്നിട്ട് ലെഫ്റ്റിനെ ഇട്ട് XOR ചെയ്തിട്ടാണ് നമുക്ക് റൈറ്റ് വരുന്നത്. ഓക്കെ, സോ അതിലൊക്കെ കീന്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് R ഇൻപുട്ട് ഇസ് ഫസ്റ്റ് എക്സ്പാൻഡഡ് ടു 48-bit. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ വരുന്ന കീ 48-bit ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പ് 48-bit കീയും 32-bit കീയും തമ്മിൽ XOR ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് ഇത് രണ്ട് കീയും സെയിം ആക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് R ഇൻപുട്ട് ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്യും ടു 48-bit കീ. ഈ ഒരു എക്സ്പാൻഷൻ ടേബിൾ അല്ലെങ്കിൽ ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് 32-bit കീനെ 32-bit നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ 48-bit ആക്കണം. അതിന് ആദ്യം 32-bitനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യും. അതാണ് എക്സ്പാൻഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യും. ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ടേബിൾ. ഓക്കെ, ഇതാണ് എക്സ്പാൻഷൻ ടേബിൾ വരുന്നത്. സോറി, ഓക്കെ, എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ടേബിൾ. ഇത്രയാണ് 32-bit ഉള്ള ടേബിൾ. ഓക്കെ, 1 2 3 4 4ഉം 1 2 3 4 8 4s 32. ഇത്രയാണ് 32-bit ഉള്ള നമ്മുടെ റൈറ്റിൽ വരുന്ന കീ. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ രണ്ട് 8-bit, അതായത് 16-bit ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 16-bit ആഡ് ചെയ്യുന്നു. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതിലുള്ള ബിറ്റിനെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, 5 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, 5 ഇവിടെ 32-bitനെ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ടാണ് മാക്സിമം 32-bit ആയിരിക്കും കിട്ടുക. 32. ഓക്കെ, 32 ആണ് ലാസ്റ്റ് ബിറ്റ് വരുന്നത്. ഇതന്നെ ഇപ്പുറത്തും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, 32 28 24 20 16 12 8 4
32. ഇതിനൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് ഇവിടെ ഈ ഒരു കോളം ആഡ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ ഈ 5 എന്ന് വരുന്ന കോളം 5, 9, ഓക്കെ, ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് 5, 9, 13, 17, 21, 25, 13 ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെയും ഈ ഒരു കോളം, ഈ ലാസ്റ്റത്തെ 2 കോളംസ്, ഈ കോളം ഇവിടെ ആഡ് ചെയ്തു, ഈ കോളം ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്തു. അങ്ങനെ 2 കോളം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 32 ബിറ്റ് ഉള്ളത് നമുക്ക് എന്തായി 48 ബിറ്റ് ആയി, അതായത് 16 ബിറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് this resulting 48 bit are XORed with K. ഈ 48 ബിറ്റ് ഉള്ള നമ്മുടെ റൈറ്റ് ബിറ്റ് കെയും കൂടി എക്സോർ ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ബിറ്റാണ് 48 ബിറ്റ് റിസൾട്ട്സ്. എന്നിട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷനിലൂടെ പോയിട്ട് ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് 32 ബിറ്റ് ഔട്ട്പുട്ട് കിട്ടും, വിച്ച് ഇസ് പെർമ്യൂട്ടഡ് ആസ് എ ഫംഗ്ഷൻ, പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് okay, ഒരു പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് this is the permutation function 1 2 3 4 5 6 7 8. So 32 ബിറ്റ് ഉള്ള പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് 48 ബിറ്റ് ആയുള്ള ഔട്ട്പുട്ട് കിട്ടി. 48 ബിറ്റ് കീയും 48 ബിറ്റ് നമ്മുടെ ഇൻപുട്ടും കൂടിയും എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് 48 ബിറ്റ് ഔട്ട്പുട്ട് കിട്ടും. അത് യൂസ് ചെയ്ത് പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ വീണ്ടും 32 ബിറ്റ് ആക്കി മാറ്റി. അപ്പൊ ഇവിടെ ഒരു കംപ്രഷൻ ആണ് നടന്നത്. ഓക്കെ, അങ്ങനെ 32 ബിറ്റ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഇവിടെ കാണിച്ചത്. സോ ആ RI, ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ വരുന്നത് ജസ്റ്റ് പ്രീവിയസ് ഉള്ള RI ജസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഓക്കെ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലുള്ളത് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് വന്നു. ഓക്കെ, ഇനി റൈറ്റിൽ എങ്ങനെ ഫോം ചെയ്യുന്നത്? റൈറ്റിലുള്ള ഫോം പ്രീവിയസിന്റെ റൈറ്റ് ആദ്യം ഇത് 32 ബിറ്റ് ആണ്, ഇതിനെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് 48 ബിറ്റ് ആക്കി. എന്നിട്ട് നമ്മുടെ ഈ ഒരു 56 ബിറ്റ് കീനെ 28 ബിറ്റ് ആക്കിയിട്ട് ഇവിടെ നമ്മൾ 48 ബിറ്റ്, ഓക്കെ, 2 പെർമ്യൂട്ടേഷൻ ചോയ്സ് 1, പെർമ്യൂട്ടേഷൻ ചോയ്സ് 2, 2 പെർമ്യൂട്ടേഷൻസ് ചെയ്തിട്ട് നമുക്ക് 48 ബിറ്റ് ആക്കി. ഈ 48 ബിറ്റ് കീനെ ഈ 48 ബിറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള 48 ബിറ്റ് റൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനും കൂടി എക്സോർ ചെയ്തു. അപ്പൊ ഇതാണ് റൗണ്ട് ഫംഗ്ഷൻ ഇവിടെ ചെയ്യുന്നത്. എക്സോർ ചെയ്യുമ്പോൾ വി ഗെറ്റ് 48 ബിറ്റ് കീ എന്ന് കിട്ടും. ഓക്കെ, 48 ബിറ്റ് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ കിട്ടും. എക്സോർ ചെയ്ത എൻക്രിപ്റ്റഡ് ഡാറ്റ 48 ബിറ്റ്. ഈ 48 ബിറ്റ് ഡാറ്റനെ എസ് ബോക്സിലൂടെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് അല്ലെങ്കിൽ എസ് ബോക്സിലൂടെ കടത്തി വിടുമ്പോൾ അതാണ് ഈ ഒരു ഷേപ്പ്. ഇത് ചെറുതുള്ളത് 32 ഉള്ള 48 ആയി. സോ ഈ ഒരു ഫിഗറാ വരിക, എക്സ്പാൻഷൻ ഈ ഒരു സിമ്പിളാ വരിക. ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് അല്ലെ എസ് ബോക്സ് കംപ്രസ് ചെയ്തു, ഇതിൽ നിന്ന് എടുത്തിട്ട് 32 ബിറ്റ് ആക്കി മാറ്റി. ഈ 32 ബിറ്റിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ വഴി, ഫൈനൽ പെർമ്യൂട്ടേഷൻ വഴി 32 ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഈ 32 ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത ഡാറ്റനെ ഈ ലെഫ്റ്റ് ഹാഫും കൂടി എക്സോർ ചെയ്തിട്ട് നമുക്ക് അതിന് റൈറ്റിലുള്ള കിട്ടി. ഇതാണ് ഒരു സിംഗിൾ റൗണ്ട് വരുന്നത്. ഓക്കെ, റൈറ്റ് പൊസിഷൻ കിട്ടി. ഇനി അങ്ങനെ ഓരോ റൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ്, ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്? 48 ബിറ്റുള്ള 32 ബിറ്റ് ആവുകയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എസ് ബോക്സിൽ 8 എക്സ് ബോക്സസ് ഉണ്ട്. ഈ 8 എക്സ് ബോക്സിലും 8 എക്സ് ബോക്സ് ഉണ്ട്. 8 എക്സ് ബോക്സിലും 6 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, 6 ഇൻപുട്ട്. സോ ഈ ഒരു 48ന് നിന്ന് 6 ഇൻപുട്ട് 8 എക്സ് ബോക്സിലും വരുമ്പോൾ ഓരോന്നിലും 6 ഇൻപുട്ട്. അപ്പൊ 8 എക്സ് ബോക്സിലോട്ടും 6 ഇൻപുട്ട് വരും. കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വരുന്നത് 4 ഔട്ട്പുട്ട് ആണ്. സോ the answer will be 32. So 4 into 8 will be 32. അതുപോലെ 6 into 8 will be 48. So ഈ എസ് ബോക്സ് പറഞ്ഞാൽ അങ്ങനെ 8 എസ് ബോക്സസ് ഉണ്ടാവും. ഈ 8 എക്സ് ബോക്സിലോട്ടും വരുന്ന ഇൻപുട്ട് 6 ഇൻപുട്ട് ആയിരിക്കും, ഔട്ട്പുട്ട് 4 ഔട്ട്പുട്ട് ആയിരിക്കും. അങ്ങനെയാണ് 32 ബിറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, the first and last bit of the input of Xbox form 2-bit binary number which select one of 4 rows in the table SI. അതായത് ഇതാണ് എസ് ബോക്സ് വരുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സ് ബോക്സ്, സെക്കൻഡ് എക്സ് ബോക്സ്, അങ്ങനെ 8 എക്സ് ബോക്സ് ഉണ്ടാവും. സോ എക്സ് ബോക്സിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എക്സ് ബോക്സ് വരുന്നത്. ഇവിടെ നമ്മൾ 32 ബിറ്റ് റൈറ്റും അതുപോലെ തന്നെ റൈറ്റ് 32 ബിറ്റും എക്സോർ ചെയ്തു. 48 ബിറ്റ് കീനായിട്ട് എക്സോർ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. This is the output. ഈ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്ത 48 ബിറ്റ് ആയിട്ട്, ഓക്കെ, എൻക്രിപ്ഷൻ 32 ബിറ്റും അതിന്റെ കീ കൂടി ചെയ്തിട്ട് നമുക്ക് 48 ബിറ്റ് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ കിട്ടി. ഈ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മൾ എസ് ബോക്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ എസ് ബോക്സിൽ നമുക്ക് 8 എക്സ് ബോക്സ് ഉണ്ട്. ഓരോ എസ് ബോക്സിലും കണ്ടോ 6
6 input ഉണ്ട്. ഈ 6 input കൊടുക്കുമ്പോൾ 6 into 8 will be 48. ഇതിന്റെ കറസ്പോണ്ടിങ് ഈ S1 ഔട്ട്പുട്ട് വരുന്നത് 4 ഔട്ട്പുട്ട്, അതായത് ഫസ്റ്റ് ബിറ്റും ലാസ്റ്റ് ബിറ്റും കൂടി റിമൂവ് ചെയ്തിട്ട് 4 ഔട്ട്പുട്ടാണ് വരുന്നത്. S2 അതുപോലെ 4 ഔട്ട്പുട്ട്. അങ്ങനെ നമുക്ക് 8 S ബോക്സിനും കൂടി 4 ഔട്ട്പുട്ട് വരും. സോ 8 into 4 will be 32. അപ്പൊ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് 32 ആയിട്ട് മാറും. എന്നിട്ട് പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ 32 ബിറ്റ് ആവും. ഇതാണ് നമ്മുടെ എസ് ബോക്സിന്റെ, അതായത് നമ്മൾ കംപ്രഷൻ എസ് ബോക്സിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓക്കെ, പെർമ്യൂട്ടേഷന്റെ ഫംഗ്ഷൻ എങ്ങനെ വരുന്ന നോക്കാം. ഓക്കെ, പെർമ്യൂട്ടേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഈ റൗണ്ടിൽ 16 റൗണ്ട് എൻക്രിപ്ഷനിൽ നമുക്ക് വരുന്നത് 5 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ കീ ട്രാൻസ്ഫോർമേഷൻ, കീനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതായത് കീനെ നമ്മൾ 58 ബിറ്റിനെ നമ്മൾ 48 ബിറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അതായത് പെർമ്യൂട്ടേഷൻ ചോയ്സ് 1, പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട്. പിന്നെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ആണ്. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ നമ്മൾ എന്താ 32 ബിറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് 48 ബിറ്റ് ആക്കി. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യുന്ന എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുന്ന എസ് ബോക്സ് പെർമ്യൂട്ടേഷൻ. എസ് ബോക്സ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ 48 ബിറ്റിനെ 32 ബിറ്റ് ആക്കി മാറ്റി. ദെൻ പി ബോക്സ് പെർമ്യൂട്ടേഷൻ, അതായത് നമുക്ക് നോർമൽ സ്ട്രേറ്റ് പെർമ്യൂട്ടേഷനാണ് വരുന്നത്. എന്നിട്ട് അതിനെ എക്സോർ ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യണം. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് വരുന്നത്, ഓരോ റൗണ്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ഇതിന്റെ എസ് ബോക്സിൽ വരുന്ന പെർമ്യൂട്ടേഷൻ പറഞ്ഞു, 48നെ എങ്ങനെ 32 ആക്കാം. ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ എങ്ങനെ നോക്കാം. അതായത് 32 ബിറ്റിന് എങ്ങനെയാണ് 48 ബിറ്റ് ആക്കുന്ന എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ 32 ബിറ്റ് ഡാറ്റ ഉണ്ട്. ഈ 32 ബിറ്റ് ഡാറ്റ നമുക്ക് എന്താക്കണം, 48 ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം ഇൻ ഓർഡർ ടു എക്സോർ വിത്ത് ദ കീ 48 ബിറ്റ് കീനായിട്ട് എക്സോർ ചെയ്യണമെങ്കിൽ 32 ബിറ്റ് ഡാറ്റ നമുക്ക് 48 ബിറ്റ് ആക്കണം. അപ്പൊ 32 ബിറ്റ് ഡാറ്റനെ 4 ബിറ്റ്സ് ആക്കിയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. 1 2 3 4 1 2 3 4 ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഈച്ച് 4 ബിറ്റ് ബ്ലോക്ക് ഈസ് എക്സ്പാൻഡഡ് ടു 6 ബിറ്റ് ആൻഡ് പ്രൊഡ്യൂസ് 48 ബിറ്റ്. ഓക്കെ, ഓരോ 4 ബിറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യണം, 48 ബിറ്റ് ഉണ്ടാക്കണം. അതായത് ഇവിടെ 4 ഇൻപുട്ട് ഉള്ളത്, ഇവിടെ എന്താ 4 4 4, അങ്ങനെ 4നുള്ളത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് 6 ആവും ഓരോ 4 ബിറ്റും. അപ്പൊ 32 ബിറ്റ് റൈറ്റിനെ നമ്മൾ 4 ബിറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ, ഓക്കെ, ഇനിയുണ്ട് എക്സെട്രാ ബിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ 4 അങ്ങനെ 4 മറ്റേ റിവേഴ്സ് പ്രോസസ്. അപ്പൊ 4 ഇൻപുട്ട് ഉണ്ടാവും. ഈ 4 ഇൻപുട്ടിനെ നമ്മൾ 6 ഔട്ട്പുട്ട് ആക്കി മാറ്റുക. അങ്ങനെയാണ് 32 ബിറ്റ് 48 ആവുന്നത്. ഈ 4 ഇൻപുട്ടിനെ എങ്ങനെ 6 ഔട്ട്പുട്ട് ആക്കുന്നത് നോക്കാം. സോ ജസ്റ്റ് ഞാൻ 3 ബ്ലോക്ക് എടുത്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇനിയും ബ്ലോക്ക് ഉണ്ട് 32 ബിറ്റ് ആവാൻ, ഇനിയും ബ്ലോക്സ് വരും. അങ്ങനെ 8 ബ്ലോക്സ് ഇങ്ങനെ ഉണ്ടാവും. സോ ഞാൻ 3 ബ്ലോക്സ് വെച്ചിട്ട് പറയാം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ 3 ബോക്സിലും ഓരോന്നും 4 ബിറ്റ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ 8 എണ്ണം ഉണ്ടാവും അവിടെ. അപ്പൊ അതിൽ 4 ഇൻപുട്ടും കറസ്പോണ്ടിങ് 6 ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്. ആദ്യത്തെ 4 ഇൻപുട്ട്, ഇതിലത്തെ 4 ഇൻപുട്ട് കറസ്പോണ്ടിങ് എടുത്തു. പിന്നെ ഫസ്റ്റ് ഇതെങ്ങനെ 6 ആവുന്നതാണ്. ഫസ്റ്റ് എങ്ങനെ വരുന്നത് വെച്ചാൽ ലാസ്റ്റത്തെ, ഓക്കെ, ലാസ്റ്റ് ഇത് 32th ബിറ്റ് ഇത് എക്സെട്രാ ഉണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 അങ്ങനെ 29 32 32 ബിറ്റുകൾ ഉണ്ടാവും. 32 ബിറ്റിന്റെ ലാസ്റ്റ് ബിറ്റാണ് ഇതിന്റെ ഫസ്റ്റ് ബിറ്റിലോട്ട് വരുന്നത്. എന്നിട്ട് ഫസ്റ്റത്തെ 4 ബിറ്റ് എടുത്തു. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബിറ്റ് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ബോക്സിൽ വരുന്നത്, ബ്ലോക്കിൽ വരുന്നതിൽ ഫസ്റ്റ് ബിറ്റ് പറയുമ്പോൾ പ്രീവിയസിന്റെ ലാസ്റ്റ് ബിറ്റാണ്. പിന്നെ ലാസ്റ്റ് 3 എടുക്കുക. എന്നിട്ട് ഇതിന്റെ പറയുമ്പോൾ അതിന്റെ പ്രീവിയസിന്റെ ലാസ്റ്റ് ബിറ്റ്. അങ്ങനെ ഓരോ 4 ഇൻപുട്ടിനും കറസ്പോണ്ടിങ് 6 ഔട്ട്പുട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ സ്റ്റെപ്പിൽ എങ്ങനെയാണ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് ഒക്കെ ഫോം ചെയ്യുന്നത് മനസ്സിലായില്ല. 32 ബിറ്റിനെ എങ്ങനെയാണ് 48, അതുപോലെ തന്നെ 48 ബിറ്റിനെ എങ്ങനെയാണ് 32 ബിറ്റ് ആക്കുന്നതെന്നൊക്കെ. ഇനി കീ ജനറേഷൻ ആണ്. ഓക്കെ, എ 64 ബിറ്റ് കീ ഈസ് യൂസ്ഡ് ആസ് ഇൻപുട്ട് ടു ദ അൽഗോരിതം. The bit of the key are numbered from 1 to 64. ഈ കീ ജനറേഷൻ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു 64 ബിറ്റ് കീ എങ്ങനെയാണ് ഇത് ഒരു 56 ബിറ്റ് കീ ആണ്. സോ 64 ബിറ്റ് കീനെ 1 to 8 മുതൽ അങ്ങനെ 64 വരെ നമ്മൾ കൊടുത്തു. ഇതിന് നമ്മൾ ഫസ്റ്റ് ചോയ്സ് പെർമ്യൂട്ടേഷൻ, അപ്പൊ 2 ചോയ്സ് പെർമ്യൂട്ടേഷൻ ഉണ്ട്. ചോയ്സ് 1 പെർമ്യൂട്ടേഷൻ, ചോയ്സ് 2 പെർമ്യൂട്ടേഷൻ. സോ ഫസ്റ്റ് പെർമ്യൂട്ടഡ് ചോയ്സിൽ നമ്മൾ എല്ലാ 8 ബിറ്റും, അതായത് ഓരോന്നിന്റെ 8 ബിറ്റുകളൊക്കെ റിമൂവ് ചെയ്തു. അങ്ങനെ നമുക്ക് 64ന്ന് നമുക്കൊരു 56 ബിറ്റ് കീ കിട്ടി. ഈ 56 ബിറ്റ് കീയിൽ ഇതാണ് ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. എന്നിട്ട് അതിനെ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഇതാണ് ഫസ്റ്റ് കീയില് 8th ടേം ഒഴിവാക്കി. എന്നിട്ട് ഇതിനെ പെർമ്യൂട്ടേഷൻ ചെയ്യാം, അതായത് ഇതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ചോയ്സ് പെർമ്യൂട്ടേഷൻ വിത്ത് 58 ബിറ്റ്. 58 ബിറ്റിലെ ഫസ്റ്റ് ചോയ്സ് പെർമ്യൂട്ടേഷൻ. ഇനി സെക്കൻഡ് ചോയ്സ് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ എന്താക്കണം, 48 ബിറ്റ് ആക്കണം. എന്നിട്ട് ഞാൻ വീണ്ടും ഇതിൽ ഈ പറഞ്ഞ പോലെ 8th ബിറ്റ്
ബിറ്റ് റിമൂവ് ചെയ്തിട്ട് സെക്കൻഡ്, ഓക്കെ 1 2 3 4 5 6 7 8 വീണ്ടും 8th ബിറ്റുകൾ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്തുണ്ടാക്കി സെക്കൻഡ് ചോയ്സ് പെർമ്യൂട്ട് എന്നിട്ട് വീണ്ടും പെർമ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് 48 ബിറ്റ്. ഇതാണ് 48 ബിറ്റ് ആയിട്ടുള്ള നമ്മുടെ കീ കിട്ടുന്നത്. ഇവിടെ ഇതാണ് സെക്കൻഡ് ചോയ്സ് പെർമ്യൂട്ടേഷൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കീനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ നമ്പർ ഓഫ് റൗണ്ടും അതുപോലെ ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതും ബിറ്റ് റൊട്ടേറ്റഡ് എത്ര പ്രാവശ്യം ബിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ എത്ര റൗണ്ട് ഉണ്ട്, 16 റൗണ്ട്സ് ഉണ്ട്. സോ 16 റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, 9th റൗണ്ട് ആൻഡ് 16th റൗണ്ട്, ഈ ഇത്രയും 4 റൗണ്ട് മാത്രം ഒരൊറ്റ പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒരു ബിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, 9th റൗണ്ട് ആൻഡ് 16th റൗണ്ട് മാത്രം ഒരൊറ്റ ബിറ്റ് മാത്രം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 3rd റൗണ്ട്, 4th റൗണ്ട്, ബാക്കിയുള്ള റിമൈനിങ് 15 വരെയുള്ള റൗണ്ട്സിൽ എക്സെപ്റ്റ് 9th റൗണ്ട് 2 ബിറ്റ് ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് കീ ജനറേഷൻ. ഓക്കെ, കീനെ കുറിച്ച് എത്രയാണ് പറയാനുള്ളത്. കീ ആദ്യം ഇൻപുട്ട് കീ 64 വരെ ഉണ്ടാവും. അതിനെ നമ്മൾ ഫസ്റ്റ് 8th എല്ലാ 8th ബിറ്റ് പൊസിഷൻസും റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് 56 ബിറ്റ് കീ ഉണ്ടാവും. എന്നിട്ട് അതിനെ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാറ്റിലോട്ട് കിട്ടും. വീണ്ടും അതിനെ എന്ത് ചെയ്യും, ആ 8th ബിറ്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് 48 ബിറ്റ് കിട്ടും. അത് സെക്കൻഡ് ചോയ്സ് പെർമ്യൂട്ടേഷൻ. എന്നിട്ട് അതിനെ വീണ്ടും പെർമ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഷിഫ്റ്റ് പറഞ്ഞു. 16 റൗണ്ട്സ് ഉണ്ടാവുമ്പോൾ ഓരോ റൗണ്ടും ഒരു ബിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് 1 2 റൗണ്ട് ആൻഡ് 16th റൗണ്ട് ആൻഡ് 9th റൗണ്ട്. അതേഴ്സ് ഒക്കെ 2 ബിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് കീനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് പറയുന്നത്, ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ സ്റ്റെപ്പ് പറയുമ്പോൾ എക്സോർ ചെയ്ത് സ്വാപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇനീഷ്യൽ ഫൈനൽ പെർമ്യൂട്ടേഷൻ ടേബിൾ ആണ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ടേബിൾ, ഇത് ഫൈനൽ പെർമ്യൂട്ടേഷൻ ടേബിൾ. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇത് എങ്ങനെയാ പറയുന്നത് വെച്ചാൽ 58th ഓഫ് ഇൻപുട്ട്, ഈ 58th ബിറ്റ് ഓഫ് ഇൻപുട്ട് എന്താവും, ഫസ്റ്റ് ബിറ്റ് ഓഫ് ദ ഇൻപുട്ട് ആവും ഇനീഷ്യൽ പെർമ്യൂട്ടേഷനിൽ. എന്നാൽ ഫൈനൽ പെർമ്യൂട്ടേഷൻ അതുപോലെ തന്നെ 14th ബിറ്റ് ഓഫ് എക്സിലെ 14th സെക്കൻഡ് ബിറ്റ് ഓഫ് ദ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, 14th ബിറ്റ് സെക്കൻഡ് ബിറ്റ് ഓഫ്, ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ ഫൈനൽ പെർമ്യൂട്ടേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഫൈനൽ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഇങ്ങനെ വരുന്നത്, കറസ്പോണ്ടിങ് ഫൈനൽ പെർമ്യൂട്ടേഷൻ വന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇനീഷ്യൽ. ഓക്കെ, DS എൻക്രിപ്ഷൻ ഇത്രയാണുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.